ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു കിടുക്കാച്ച് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ബസ് സിമുലേറ്ററിൻ്റെ അകത്ത് കേരള ട്രാഫിക് മോഡ് ആഡ് ചെയ്യാമെന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള ട്രാഫിക് മോഡും കാര്യങ്ങളൊക്കെ. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ കേരള ട്രാഫിക് മോഡും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ബസ്. നമുക്ക് ബസ്സിൻ്റെ അകത്ത് കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബസ്സും കാര്യങ്ങൾ. അപ്പം നമുക്ക് നേരെ എങ്ങനെ നമുക്ക് ഈ കേരള ട്രാഫിക് മോഡ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ നേരെ KBR ഒഫീഷ്യലിൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് കാര്യങ്ങളിലോട്ടൊക്കെ പോകുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ബസ്സിൽ V4.3 അവിടെ എഴുതിയിട്ടുണ്ട് കേരള ട്രാഫിക് V9. അതിൽ ഫസ്റ്റത്തെ ലിങ്ക് എടുക്കുക. ഞാൻ ഫസ്റ്റത്തെ ലിങ്കും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അതിന് ശേഷം പിന്നെയും ഒരു 3 ലിങ്കും കാര്യങ്ങളൊക്കെ വരും. അതിൽ ഞാൻ ഫസ്റ്റത്തെയാണ് എടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ 2 ലിങ്ക് വരും. ഒന്ന് ഇൻസ്റ്റാൾ മാപ്പ് APK, ലിങ്ക് മാപ്പ് ഇൻസ്റ്റാൾ APK. ഇത് നമ്മുടെ ഈ ഒന്നാമത് കാണുന്നതാണ് നമ്മുടെ മാപ്പ്. ഈ രണ്ടാമത് ബസ് 4.3.4 മോഡ് APK ഗ്രാഫിക്സ് മോഡ് ബൈ ടീം KBR. ഈ രണ്ടാമത് കാണുന്നതാണ് നമ്മുടെ ബസ് സിമുലേറ്റർ. അപ്പോൾ നിങ്ങൾ ആദ്യം എന്തെടുക്കുക, ഇതെടുക്കുക. ആദ്യത്തേത് എടുത്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് കൊടുക്കുക. ഞാനിപ്പോൾ ഡൗൺലോഡും കാര്യങ്ങളും ചെയ്തത് കൊണ്ട് ഞാൻ പിന്നെ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ കണ്ടേ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്തെടുക്കുക, പിന്നെ അടുത്ത ലിങ്കിൽ പോകുക. രണ്ടും അങ്ങ് ഡൗൺലോഡ് ചെയ്യുക. അത്രേ ഉള്ളൂ ഗൈസ്, രണ്ടും അങ്ങ് ഡൗൺലോഡ് ചെയ്യുക. രണ്ടും അങ്ങ് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ രണ്ടും അങ്ങ് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു APKയുടെ നമ്മുടെ ബസ് ഗെയിം ഉള്ളതാണ്ടേ, ഈ രണ്ടാമത് കിടക്കുന്ന ഇത് ഡൗൺലോഡ് ആകും, കുറച്ച് താമസം എടുക്കും. അപ്പോൾ ഈ 2 ലിങ്ക് നിങ്ങൾ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന് ശേഷം നേരെ നിങ്ങൾ ZArchive പോവുക. ZArchive പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത് വന്ന് കിടപ്പുണ്ടായിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തത്. അപ്പം നിങ്ങൾ എന്തെടുക്കുക, ആദ്യം ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഇവിടെ കാണും, അതെടുക്കുക. എക്സ്ട്രാക്റ്റ് ഹിയർ കൊടുക്കുക. ബസ് സിമുലേറ്റർ ഇവിടെ എക്സ്ട്രാക്റ്റ് ആവും. ഇതാണല്ലോ. അഥവാ നിങ്ങൾക്ക് ഈ ZArchive എക്സ്ട്രാക്റ്റ് വന്നില്ലേ, നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ എന്തെടുക്കുക, നേരെ ഫയൽസിൽ പോവുക. ഇതൊരു എളുപ്പ വഴിയാണ് ഗൈസ്. നേരെ ഫയൽസിൽ പോവുക, ഡൗൺലോഡ്സ് എടുക്കുക. ഡൗൺലോഡ്സ് കാര്യങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ട് താണ്ടേ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ബസ്സും പിന്നെ കേരള ട്രാഫിക് മോഡ് ഇവിടെ കാണും. ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതാണ്ടേ നമുക്ക് ഫയൽസിൽ നിന്ന് ചെയ്താലും നമുക്ക് ZArchive കാര്യങ്ങളൊക്കെ വന്ന് കിടക്കും. എന്നിട്ട് നമ്മൾ എന്തെടുക്കുക, ഇത് ബസ് സിമുലേറ്റർ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്തതാണ്. അഥവാ നിങ്ങൾ എന്താണ്ടേ ഈ ബസ് സിമുലേറ്റർ ഇപ്പം നമുക്ക് ഇത്ര നമ്മൾ ആഡ് ചെയ്ത് ഇതാണ്. അഥവാ നിങ്ങൾക്ക് കണ്ടേ ഇത് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ മാത്രമേ വരത്തുള്ളൂ. നമ്മൾ പിന്നെ ഇതാണ്ട് ഈ കേരള ട്രാഫിക് മോഡ് ഉണ്ട്. ഈ ഒരു കേരള ട്രാഫിക് മോഡ് എടുക്കുക, ഇതെടുക്കുക. കേരള ട്രാഫിക് മോഡ് എടുക്കുക, ഇതെടുക്കുക. അപ്പം എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും പിന്നെയും പോവാം. അപ്പം നിങ്ങൾ ഓൾറെഡി ഇവിടെ കേരള ട്രാഫിക് മോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് കിടപ്പുണ്ടായിരിക്കും ഈ ബസ് സിമുലേറ്ററിൻ്റെ കൂടെ. അതിനുശേഷം നിങ്ങൾ ഇത് ഇവിടെ നിന്ന് അങ്ങ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ബസ് സിമുലേറ്റർ ഇതിൻ്റെ അകത്തൊന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു അതിപ്പോൾ നമുക്ക് വേണ്ട, എനിക്കത് വേണ്ട, എനിക്ക് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതിവിടെ വരും. അതിനുശേഷം നിങ്ങൾ നേരെ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം ആൻഡ്രോയിഡിൽ പോവുക. ആൻഡ്രോയിഡ് പോയതിന് ശേഷം നിങ്ങൾ OBB എടുക്കുക. OBBക്കകത്ത് നിങ്ങളുടെ ബസ് സിമുലേറ്റർ അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ പഴയ ബസ് സിമുലേറ്റർ, അതായത് ഇപ്പോൾ നിങ്ങളുടെ കൈ കിടക്കുന്ന ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ഇതെടുക്കാൻ. ഇല്ലെങ്കിൽ ചിലപ്പം വരത്തില്ലത്. അപ്പോൾ എന്നിട്ട് ഇതെടുക്കാം. ഇതെടുത്തതിന് ശേഷം ഇത് 2 ലിങ്കാണ് കേട്ടോ നമ്മുടെ.
അതിനുശേഷം നിങ്ങൾ എന്തെടുക്കുക, ആദ്യം നിങ്ങൾ OBBക്കകത്ത് നമ്മുടെ ഈ ഒരു ഗെയിം വന്നിട്ടുണ്ടോ നോക്കുക. നിങ്ങൾ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ആദ്യം നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം ഗൈസ്. ഇവിടെ ഇൻസ്റ്റാൾ നൽകി നിങ്ങൾ ഇൻസ്റ്റാളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻഡ്രോയിഡ് OBBക്കകത്ത് വരുത്തുള്ളൂ. അതിനുശേഷം നമ്മൾ എന്തെടുക്കുക, ഡൗൺലോഡ്സിൽ പോവുക. ഡൗൺലോഡ്സിനും കാര്യങ്ങളൊക്കെ പോയിട്ട് അണിഞ്ഞിട്ട് നമ്മുടെ ഈ കേരള ട്രാക്ക് മോഡ് V8 അതുണ്ടല്ലോ, അതെടുക്കുക. ഇവിടെ ഇങ്ങനെ വരും. അത് നിങ്ങൾ നൈസി കോപ്പി ചെയ്യുക, നേരെ ബാക്ക് അടിക്കുക, ആൻഡ്രോയിഡിൽ പോവുക, OBB പോയി ഇതിൽ കൊടുക്കുക, അങ്ങ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങ് പേസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എന്തെടുക്കുക, അതിനുശേഷം നിങ്ങൾ ബസ് സിമുലേറ്റർ എടുക്കുക. അതിനുശേഷം നിങ്ങൾ ബസ് സിമുലേറ്ററും കാര്യങ്ങളൊക്കെ എടുക്കുക. അതായത് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ബസ് സിമുലേറ്ററാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ലോഗിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബസ് സിമുലേറ്റർ KBRും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മുടെ KBRും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടോ ഗൈസ്, അപ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്. ഇതിപ്പോൾ ഞാൻ സ്റ്റിക്കർ അടിക്കുകയാണ്, കണ്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക.